എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ ചാക്കോയും മേരിയും 34-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പിച്ചാമണിയുടെ ചുമലിൽ കൈവച്ച് കാലുകൾ ഉയർത്തിവെച്ച് നടക്കുമ്പോൾ രാവിന്റെ സാന്നിധ്യം ചാക്കോ അറിഞ്ഞു. ഇടുങ്ങിയ വഴി താണ്ടി മറ്റൊരു റോഡിൽ ചെന്ന് കയറാൻ അവന് കുറെ പ്രയാസപ്പെടേണ്ടി വന്നു. കണക്കറ്റ് മദ്യപിച്ചിരുന്നതിനാൽ പിച്ചാമണിക്കും ചുവട് പിഴച്ചു. എവിടെയൊക്കെയോ തട്ടി ചാക്കോയുടെ കാൽവിരലുകൾ പൊട്ടി. നീറ്റലും പുകച്ചിലും സഹിക്കാൻ കഴിയാതെയായി. റോഡിൽ ഒരു ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. ചാക്കോയെ അതിൽ കയറ്റി പിച്ചാമണിയും വേലായുധനും കയറി. ഓട്ടോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്നു. പിച്ചാമണിയുടെ തോളിൽ കൈവച്ച് ചാക്കോ അകത്തേക്ക് നടന്നു. പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിൽക്കുമ്പോൾ എവിടെയൊക്കെയോ പോകുന്ന ട്രെയിനുകളുടെ അറിയിപ്പ് വന്നുകൊണ്ടിരുന്നു. വേലായുധൻ ജനറൽ കമ്പാർട്ട്മെന്റിലേക്കുള്ള ടിക്കറ്റുമായി വന്നു. ഏതോ സ്ഥലത്തിറങ്ങി ബസ്സിന് പോകുന്ന കാര്യമൊക്കെ അവർ സംസാരിക്കുന്നത് ചാക്കോ കേട്ടു. ഒരു പരിചയവുമില്ലാത്ത സ്ഥലപ്പേരുകളാണ് അവർ പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ പിടിച്ചുലച്ചുകൊണ്ട് ഒരു ട്രെയിൻ കടന്നു വന്നു. ഓടി വാ! ചാക്കോയുടെ കൈ പിടിച്ച് പിച്ചാമണി മുന്നോട്ടോടി. അവൻ ആരുടെയൊക്കെയോ ദേഹത്തു ചെന്നു തട്ടി. ട്രെയിനിലേക്ക് ഇടിച്ചു കയറുന്ന ആൾക്കാർക്കൊപ്പം പിച്ചാമണിയും വേലായുധനും ചാക്കോയെ തള്ളിക്കയറ്റി. വാതിൽ കടന്ന് അകത്തോട്ട് നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അകത്ത് തിങ്ങി നിറഞ്ഞ യാത്രക്കാരായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാതെ വാക്കിംഗ് സ്റ്റിക്ക് നെഞ്ചോടടക്കി പിടിച്ച് ചാക്കോ നിന്നു. അന്ധൻ അല്പ സ്ഥലം കൊടുക്കൂ, ഒന്ന് ഒതുങ്ങിയിരുന്ന ആ പാവത്തിനും ഇരിക്കാം. പിച്ചാമണി അവനെ പിടിച്ച് രണ്ടുപേർക്കിടയിൽ ഇരുത്തി. സ്ഥലക്കുറവ് കാരണം മുന്നോട്ടാഞ്ഞ് അവൻ ഇരുന്നു. ട്രെയിൻ പതുക്കെ മുന്നോട്ട് ചലിച്ച് വേഗമാർജിച്ചു. ചാക്കോ കണ്ണടച്ച് കുനിഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ സേലം എന്ന സ്ഥലത്തേക്കാണ് അവർ തന്നെ കൊണ്ടുപോകുന്നത്. ഇത്രയും കാലം കോഴിക്കോട്ടുണ്ടെന്ന ആശ്വാസമായിരുന്നു. ഇനി ഒരു രക്ഷപ്പെടൽ തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ട്രെയിൻ തൃശ്ശൂരിലെത്തിയപ്പോൾ ചാക്കോയുടെ എതിരെയുള്ള സീറ്റിൽ രണ്ടിടത്തായി പിച്ചാമണിക്കും വേലായുധനും ഇരിപ്പിടം കിട്ടി. ചാക്കോ കുനിഞ്ഞിരുന്നുറങ്ങുന്നത് അവർ കണ്ടു. വണ്ടി തൃശ്ശൂർ സ്റ്റേഷൻ വിട്ടു. തിരക്ക് അല്പം കുറഞ്ഞതായി ചാക്കോയ്ക്ക് തോന്നി. സീറ്റിലേക്ക് ചാരിയിരിക്കാൻ കഴിഞ്ഞപ്പോൾ അവൻ കണ്ണടച്ചു. വണ്ടി കുറേ ദൂരം ഓടി വേഗം കുറഞ്ഞു. ഏതോ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പ്രവേശിക്കുകയാണെന്ന് ചാക്കോയ്ക്ക് തോന്നി. അടുത്തിരുന്നയാൾ എഴുന്നേറ്റപ്പോൾ ചാക്കോ പതിയെ ചോദിച്ചു, ചേട്ടാ, ഇതെവിടാ സ്ഥലം? ഷൊർണൂർ. അകക്കണ്ണുൾപ്പെടെ ചാക്കോയുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണർന്നു. ഷൊർണൂർ, മേരിയുടെ സ്ഥലം. പിച്ചാമണിയും വേലായുധനും എവിടെയാണെന്നൊന്നും ചാക്കോയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവനും എഴുന്നേറ്റ് ഇറങ്ങിപ്പോകുന്നവരുടെ ഇടയിലേക്ക് കയറി. ഏതു നിമിഷവും പിടിവീഴുമെന്ന ഉൾഭീതി അവനുണ്ടായിരുന്നു. മുന്നിൽ നടക്കുന്ന ആളിന്റെ ചുമൽ ലക്ഷ്യമാക്കി ചാക്കോ കൈവച്ചു. കണക്കുകൂട്ടൽ തെറ്റിയില്ല. കൈ അയാളുടെ തോളിൽ പതിഞ്ഞു. കാഴ്ചയില്ല ചേട്ടാ, ഒന്ന് സഹായിക്കണേ, എനിക്കും ഇവിടാ ഇറങ്ങേണ്ടത്. മുഖം മുന്നോട്ട് കൊണ്ടുവന്ന് അവൻ പതിയെ പറഞ്ഞു. വാതിലിനടുത്തെത്തിയപ്പോൾ അയാൾ അവന്റെ കൈ പിടിച്ച് ഇറങ്ങാൻ സഹായിച്ചു. താങ്ക് യു ചേട്ടാ. അവൻ ശൂന്യതയിൽ നോക്കി ചിരിച്ചു. ദാ അങ്ങോട്ട് മാറി നിന്നോ, ആളുകൾ ഇറങ്ങിപ്പൊക്കോട്ടെ. അവന്റെ വടി പിടിച്ച് തിരക്ക് കുറഞ്ഞ ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് അയാൾ നടന്നുപോയി. ചാക്കോ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടെ നിന്നു. അവന്റെ നെഞ്ച് ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്നു. താൻ ഇറങ്ങിയ വിവരം പിച്ചാമണിയോ വേലായുധനോ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. ട്രെയിനിന്റെ നീണ്ട ഹോൺ മുഴങ്ങി വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് ചാക്കോ അറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ പിടിച്ചുലച്ചു പാഞ്ഞുപോയി. കുറേ നേരം അവൻ വടിയും കുത്തി കുനിഞ്ഞു നിന്നു. അവർ രണ്ടുപേരും വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവുമെന്ന് അവൻ ഊഹിച്ചു. ഇനിയുള്ള പ്രതീക്ഷ വേലാണ്ടിയും മേരിയുമാണ്. ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഏതോ ചേരിയിൽ അവരുണ്ടാകും. അവരുടെ പേര് പറഞ്ഞാലൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ അലഞ്ഞു നടക്കാനും പറ്റില്ല. പിച്ചാമണി അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പാണ്. ചാക്കോ വാക്കിംഗ് സ്റ്റിക്ക് നീട്ടി നിലത്ത് തട്ടി മുന്നോട്ട് നടന്നു. ആളുകളുടെ തിരക്ക് കടന്ന് എങ്ങോട്ടെന്നറിയാതെ അവൻ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആളൊച്ച കേൾക്കാത്ത സ്ഥലത്ത് അവനെത്തി. കുറച്ചകലെ നായ്ക്കൾ കടിപിടി കൂടുന്നത് കേൾക്കാം. ഇനിയും മുന്നോട്ട് പോകുന്നത് അപകടം ചെയ്യുമെന്ന് അവൻ ഓർത്തു. ചിലപ്പോ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് കാട്ടുപ്രദേശമാവും. അവിടെ നിന്ന് ചെവി വട്ടം പിടിച്ച് പരിസരം ഉറപ്പാക്കി. ഈ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാതെ മറ്റു വഴിയില്ലെന്ന് അവന് മനസ്സിലായി. പ്ലാറ്റ്ഫോമിൽ വടികൊണ്ട് പരതിയിട്ട് അവിടെ ഇരുന്നു. തോളിൽ കിടന്ന ടവലെടുത്ത് അവൻ നിലത്ത് വിരിച്ചു. വാക്കിംഗ് സ്റ്റിക്ക് മടക്കി നെഞ്ചോട് ചേർത്ത് ചാക്കോ ടവലിൽ കിടന്നു. അവന്റെ മുന്നിലൂടെ
നായ്ക്കൾ മുരണ്ടുകൊണ്ട് കടന്നുപോയി. കൊതുകുകൾ കൂട്ടത്തോടെ ആക്രമിച്ചു തുടങ്ങിയപ്പോ ടവൽ വലിച്ചെടുത്ത് പുതച്ച് ചാക്കോ ചുരുണ്ടുകൂടി. നാളെയെക്കുറിച്ച് ചിന്തയില്ലാത്തവനും മടിയിൽ കനമില്ലാത്തവനും എവിടെയും കിടന്നുറങ്ങാം. സഹസ്രകോടികളുടെ ആസ്തിയുള്ളവൻ തണുത്തുറഞ്ഞ റെയിൽവേസ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് സ്വപ്നങ്ങളില്ലാതെ ഉറങ്ങി. നീലാംബരി മുറിയിൽ വന്നപ്പോ രാജലക്ഷ്മി മൊബൈലിൽ വന്ന സന്ദേശങ്ങൾ നോക്കിയിരിക്കുകയാണ്. അവളെ കണ്ടപ്പോ രാജലക്ഷ്മി ഫോൺ ബെഡിൽ വെച്ചു. വാത്സല്യപൂർവ്വം അവളെ നോക്കി മന്ദഹസിച്ചു. കഴിഞ്ഞോ പണിയൊക്കെ? അതിനു മാത്രം ഇവിടെ പണിയൊന്നുമില്ല മാഡം. ഗൗതമിന്റെ വീട്ടിൽ ഒരു റാണിയെപ്പോലെ ജീവിക്കേണ്ടിയിരുന്ന പെണ്ണാണ് ഞാൻ. ഹാളിൽ കിടന്നോളാം. വേണ്ട, എന്റെ കൂടെ ഇവിടെ ഉറങ്ങിയാ മതി. നീലാംബരി വിഷമവൃത്തത്തിലായി. ആ ഫ്ളാറ്റിൽ 2 റൂമുകൾ മാത്രമേ ഉള്ളൂ. കിടക്കാറാവുമ്പോൾ റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് അവർ കിച്ചണിൽ നിന്ന് പോയത്. അയ്യോ, അത് വേണ്ട മാഡം. അതെന്താ? എനിക്ക് പകർച്ചവ്യാധിയൊന്നുമില്ല. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെന്റെ നില നോക്കണ്ടേ? ഓ, അതാണോ? നീ ഇവിടുത്തെ സെർവന്റ് അല്ലെന്നാ സാന്ദ്ര എന്നോട് പറഞ്ഞത്. സെർവന്റ് ആയാൽ തന്നെ എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല കുട്ടി. ഇത് സാന്ദ്ര നിനക്ക് തന്ന റൂമാ. ഞാനാ ഇതിനുള്ളിൽ അതിക്രമിച്ച് കയറിയത്. നിന്നോട് മിണ്ടിയും പറഞ്ഞും ഇരിക്കാമെന്ന് കരുതിയാ ഞാൻ ഇവിടെ ഉറങ്ങാമെന്ന് വെച്ചത്. നീ ഹാളിൽ ചെന്ന് കിടക്കാനാ ഭാവമെങ്കിൽ ഞാൻ സാന്ദ്രയുടെ റൂമിലേക്ക് പോകാം. നിന്നെ ഞാൻ എന്തിനു ബുദ്ധിമുട്ടിക്കണം? അയ്യോ, അത് വേണ്ട മാഡം. ആ, എന്നാൽ നീ വാതിലടച്ചിട്ട് വന്ന് കിടക്ക്. നീലാംബരി വാതിലടച്ചിട്ട് ബെഡിന്റെ കാൽക്കൽ വന്നിരുന്നു. ഞാൻ രാവിലെ പോകും. നീലാംബരി ഇനി മറ്റൊരിടത്തും ജോലിക്കൊന്നും പോകണ്ട. സാന്ദ്രയുടെ കൂടെ നിന്നാ മതി. ഞാൻ ഇവിടെ നിന്ന് പോകും മാഡം. ചാക്കോച്ചന്റെ ജീവൻ എടുത്തവരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവൻ പോയില്ലേ കുട്ടി? നിനക്കും ഒരു ജീവിതം വേണ്ടേ? നിന്നെ കരപറ്റിക്കാൻ സാന്ദ്രയ്ക്ക് കഴിയും. കാലം കുറെ കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ നിന്ന് പോവും. ഇല്ല, ഈ ജന്മം എന്റെ മനസ്സിൽ നിന്ന് ചാക്കോച്ചൻ മാഞ്ഞു പോവില്ല. ഒന്നിച്ചൊരു ജീവിതം മാത്രമായിരുന്നില്ല ചാക്കോച്ചനിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഒരു സൗഭാഗ്യവും മുന്നിൽ കണ്ടിട്ടുമല്ല. ചാക്കോച്ചന്റെ കാഴ്ചയായി ജീവിക്കാനാ ഞാൻ മോഹിച്ചത്. കണ്ണുകൾ നിറഞ്ഞു പോകരുതേ എന്ന് രാജലക്ഷ്മി പ്രാർത്ഥിച്ചു. ചാക്കോച്ചന് കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അടുക്കില്ലായിരുന്നു. ഇനി ഒരു വിവാഹ ജീവിതമേ വേണ്ടെന്നാണോ കുട്ടി പറയുന്നത്? എനിക്ക് ആര് ജീവിതം തരാനാ മാഡം? അങ്ങനൊരു ജീവിതം കിട്ടിയാൽ തന്നെ ഞാൻ എന്തു നേടാനാ? അവൾ ഷാൾ കൊണ്ട് കണ്ണുകൾ തുടച്ചു. രാജലക്ഷ്മി അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി. മരിച്ചുപോയവർ തിരിച്ചു വരില്ല കുട്ടി, അലിവോടെ രാജലക്ഷ്മി പറഞ്ഞു. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാമല്ലോ. രാജലക്ഷ്മി ചെറിയൊരു ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്തൊക്കെയാ പറയുന്നത്? നനഞ്ഞ കണ്ണോടെ അവൾ മന്ദഹസിക്കുക മാത്രം ചെയ്തു. നീ അവിവേകമൊന്നും ചിന്തിക്കരുത്. ജീവിതം എന്താന്ന് പോലും നീ അറിഞ്ഞിട്ടില്ല. കുര്യച്ചന്റെ മക്കൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു വിസ എടുത്ത് ഞാനും കൂടി ചേർന്ന് നിന്നെ വിദേശത്തേക്ക് അയക്കാം. അവനെക്കുറിച്ച് നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്കും സങ്കടമുണ്ട്. നിന്നോട് ഒരു മകളോടുള്ള സ്നേഹമായി എനിക്കുള്ളത്. രാജലക്ഷ്മി അലിവോടെ അവളുടെ ശിരസ് തഴുകി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല മാഡം. ഒരുപാട് വീടുകളിൽ ഹോം നഴ്സായി ഞാൻ നിന്നിട്ടുണ്ട്. ആരും ഇതുപോലൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ 7 അമ്മമാരുടെ മരണം എൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചും എൻ്റെ നെഞ്ചിൽ കിടന്നുമാണ് അവരൊക്കെ കണ്ണടച്ചത്. പിറ്റേന്ന് കണക്ക് തീർത്ത് ശമ്പളവും തന്ന് ആ വീട്ടുകാർ എന്നെ പറഞ്ഞു വിടും. പിന്നെ മറ്റൊരു വീട്ടിലേക്ക്. എനിക്കും ഒരു മനസ്സുണ്ടെന്ന പരിഗണന പോലും അവരാരും തന്നില്ല. മാഡവും സാന്ദ്ര മാഡവും എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീലാംബരി തുറന്നു തന്നെ ചോദിച്ചു. ഒരു പെണ്ണിന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും കുട്ടി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവളാ നീ. പരിചയപ്പെട്ട നിലയ്ക്ക് നിന്നെ ഞങ്ങൾ തള്ളിക്കളയില്ല. ചാക്കോയെ രക്ഷിക്കാൻ നീ കാണിച്ച സാഹസങ്ങൾ മതി നിന്നെ മനസ്സിലാക്കാൻ. കുട്ടി കാണുകയും പരിചയപ്പെടുകയും ചെയ്തവരെ പോലെ അല്ല മറ്റുള്ളവർ. മനസ്സാക്ഷിയുള്ളവരും ഈ ലോകത്തുണ്ട്. അവളുടെ മുഖത്ത് കൃതജ്ഞത പ്രകാശിച്ചു. കിടക്ക്. നിന്നെ ഒരിടത്തേക്കും ലക്ഷ്യബോധമില്ലാതെ ഞങ്ങൾ പറഞ്ഞു വിടില്ല. നീലാംബരി പിന്നെ ഒന്നും പറഞ്ഞില്ല. ബെഡിന്റെ അരികുപറ്റി അവൾ കിടന്നു. രാജലക്ഷ്മിയും കിടന്നു. ലൈറ്റ് അണഞ്ഞു. പതുക്കെ ഇരുട്ടലിഞ്ഞ്
മങ്ങിയ വെളിച്ചം മുറിയിൽ തെളിഞ്ഞു വന്നു. നിനക്കുറങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. രാജലക്ഷ്മിയുടെ സ്വരം അവളുടെ കാതുകളിലെത്തി. അവൻ നന്നായി പാടുമായിരുന്നില്ലേ? ഒരു ഗദ്ഗതം നീലാംബരിയിലുണ്ടായി. ആ, ചാക്കോച്ചൻ മനോഹരമായി പാടും, വയലിനും വായിക്കും. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ദൂരെ ഏതെങ്കിലും ഒരു തെരുവിൽ ചെന്നിരുന്നു പാടി ജീവിക്കാനാ ചാക്കോച്ചൻ മോഹിച്ചത്. ആ പണം കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം പോലും ചാക്കോച്ചനോട് കരുണ കാണിച്ചില്ല. അവൾ വിങ്ങിക്കരഞ്ഞു. ചരിഞ്ഞു കിടന്ന നീലാംബരിയുടെ ദേഹത്ത് രാജലക്ഷ്മിയുടെ കൈ വന്നു പതിഞ്ഞു. രാജലക്ഷ്മി എന്ന ഏതോ ഒരു സ്ത്രീ 4-5 മാസം പ്രായമുള്ളപ്പോൾ ചാക്കോച്ചനെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞതാ. എങ്കിലും ആ അമ്മയെ ചാക്കോച്ചൻ സ്നേഹിച്ചിരുന്നു. ചാക്കോച്ചൻ അതിനെ കഴിയൂ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാവമായിരുന്നു എന്റെ ചാക്കോച്ചൻ. നീലാംബരിയുടെ ദേഹത്തിരുന്ന കൈ രാജലക്ഷ്മി അറിയാതെ പിൻവലിച്ചു. രാജലക്ഷ്മിയുടെ ഉടലും മനസ്സും പൊള്ളിപ്പോയി. അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നീലാംബരി പിന്നീട് ഒന്നും പറഞ്ഞില്ല. തൻ്റെ നൊമ്പരങ്ങൾ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. രാജലക്ഷ്മിയുടെ കടക്കണ്ണിലൂടെ ഒഴുകിയത് ഹൃദയരക്തമായിരുന്നു. അവൾ അറിയുന്നില്ല തൊട്ടരികിൽ കിടക്കുന്നത് അവന്റെ ശപിക്കപ്പെട്ട അമ്മയാണെന്ന്. അവളെ ഒന്ന് സ്പർശിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല. ഒരു ബെഡിന്റെ ഇരുഭാഗത്തും ഉറക്കമില്ലാതെ കിടന്ന് അവർ കണ്ണീരൊഴുക്കി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാരില്ലാത്ത പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്ത് ചേരിയിലെ കുട്ടികൾ വിചിത്രമായ കാഴ്ച കാണും പോലെ നിലത്ത് കിടന്നുറങ്ങുന്ന ചാക്കോയ്ക്ക് ചുറ്റും വട്ടമിട്ടു നിന്നു. നല്ല ഉറക്കത്തിലായിരുന്നു ചാക്കോ. നേരം വെളുത്തതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. പാളം മുറിച്ചു വന്ന ഒരു പയ്യൻ പ്ലാറ്റ്ഫോമിൽ കൈകുത്തി ചാടിക്കയറി. ദേ പരുന്ത് വന്നു. അവൻ അവരുടെ നേതാവാണെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് വ്യക്തമായി. 13 വയസ്സ് വരും അവന്. മെലിഞ്ഞ ശരീരം, ചീകി വയ്ക്കാത്ത കോലൻ മുടി. എന്താടാ? ദേ ഒരു വരത്തൻ. പരുന്ത് മുന്നോട്ട് വന്നു. ചാക്കോയുടെ മുഖം മറച്ചു കിടന്ന ടവൽ വലിച്ചെടുത്തു. മറ്റൊരു പയ്യൻ ചാക്കോയുടെ കാലിൽ തോണ്ടി. പരുന്ത് കുനിഞ്ഞ് കാൽമുട്ടിൽ കൈകുത്തി ചാക്കോയെ സൂക്ഷിച്ചു നോക്കി. പ്രാന്തന, സൂക്ഷിച്ചു നിന്നോ. സ്ഥലകാല ബോധമുണ്ടായതും ചാക്കോ എഴുന്നേറ്റിരുന്നു. പരുന്തൊഴികെയുള്ള കുട്ടികൾ പിന്നോട്ടു മാറി. ആരാ? പരുന്ത് ചോദിച്ചു. ചാക്കോ മുഖമുയർത്തി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. മിനറൽ വാട്ടറിന്റെ ഒഴിഞ്ഞ കുപ്പി ഒരു പയ്യൻ ചാക്കോയുടെ തലയിൽ എറിഞ്ഞു. കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് കുട്ടികൾ അവനെ എറിയാൻ തുടങ്ങി. എണീച്ച് ഓടടാ, പരുന്ത് പേടിപ്പിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ, കാഴ്ചയില്ലാത്തവനാ. കണ്ണു കാണാത്ത ഈ പാവത്തെ ഉപദ്രവിക്കല്ലേ. ചാക്കോ 2 കൈകൊണ്ടും തടഞ്ഞു. നിർത്തടാ, പരുന്ത് ഒച്ചയെടുത്തു. കുട്ടികൾ അടങ്ങി നിന്നു. അയാൾ കണ്ണുപൊട്ടനാ. ചാക്കോ വടി നിവർത്തിയിട്ട് പതുക്കെ എഴുന്നേറ്റു. ഇവിടെ നിന്ന് കറങ്ങാതെ വേഗം സ്ഥലം വിട്ടോ, അല്ലേൽ പിള്ളേര് ഞോടും. ചാക്കോ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആരോടൊന്നില്ലാതെ ദയനീയമായി ചിരിച്ചു. നിങ്ങൾ എവിടെന്നാ വരുന്നത്? ടവൽ അവന്റെ തോളിൽ ഇട്ട് കൊടുത്തിട്ട് മയപ്പെടുത്തി പരുന്ത് ചോദിച്ചു. കോഴിക്കോടുന്നാ. ഞാനിവിടെ ഒരാളെ തേടി വന്നതാ. ആരെയാ നിങ്ങൾക്ക് കാണേണ്ടത്? വേലാണ്ടി എന്നാ പേര്. ഇവിടെ ഏതോ ചേരിയിലാ താമസിക്കുന്നത്. നിങ്ങൾക്കറിയോ? മേരി എന്നൊരു മോളുമുണ്ട്. അവള് പാട്ടുപാടാനൊക്കെ പോവും. പരുന്ത് ചാക്കോയുടെ കയ്യിൽ പിടിച്ചു. നിങ്ങൾ വരും. അറിയോ? ചാക്കോ സംശയത്തോടെ ചോദിച്ചു. അതെന്ത് ചോദ്യ? നടന്നോളീ. ചാക്കോയെ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് പിടിച്ചിറക്കി. അവനും ചാടി ഇറങ്ങി. പാളത്തിലൂടെയാ പോണത്, സൂക്ഷിച്ചു നടക്കണം. ചാക്കോ കാലുകൾ ഉയർത്തിവെച്ചു. ഉപദ്രവിക്കാൻ കൊണ്ടുപോവുകയാണോ എന്നൊരു സംശയം ചാക്കോയ്ക്ക് തോന്നി. വേലാണ്ടി മൂപ്പരുമായിട്ട് എന്താ ബന്ധം? ഞാനൊരു തെരുവ് ഗായകനാ. എൻ്റെ കൂടെ പാടാൻ ഒരിക്കൽ മേരി വന്നിരുന്നു. അവരാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോ നിങ്ങൾ പാട്ടുകാരനാണല്ലേ? അതെ. റെയിൽ പാളം കഴിഞ്ഞ് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നത് ചാക്കോ അറിഞ്ഞു. ആരാടാ പരുന്തേ? കനത്ത ചോദ്യം കേട്ടു. വേലാണ്ടി മൂപ്പരെ കാണാൻ വന്നയാളാ. കണ്ണുപൊട്ടനാണോടാ? അതേ വാലുവേട്ടാ. കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉപദ്രവിക്കാനല്ലെന്ന് അവൻ ഉറപ്പു വന്നു. അതാരാ? ചാക്കോ അവനോട് ചോദിച്ചു. കമ്മട്ടി വാസുവാ, ഇവിടത്തെ ചട്ടമ്പിയാ. നിങ്ങൾ പേടിക്കണ്ട. വേലാണ്ടി മൂപ്പരോട് വലിയ കാര്യ വാസുവേട്ടന്. പരുന്ത് എന്നാണല്ലേ പേര്? ഓ, അതിവിടെ ഉള്ളവർ വിളിക്കുന്നതാ. എന്താ നിങ്ങളുടെ പേര്? ശരിക്കുള്ള പേര് ചാക്കോ എന്നാ.
പാടാൻ പോകുമ്പോൾ പല പേരിലും പറയും. ചേരിക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ പരുന്ത് അവനെ നടത്തിച്ചു കൊണ്ടുപോയി. ആളുകളുടെ ചോദ്യങ്ങൾക്കെല്ലാം പരുന്ത് മറുപടിയും കൊടുത്തു. ഒരു കൊച്ചു കുടിലിനു മുന്നിൽ നടത്തം അവസാനിച്ചു. ഇതാ വീട്. ചാക്കോ കാതു വട്ടം പിടിച്ചു. മേരി ചേച്ചി, പരുന്ത് വിളിച്ചു. പ്രതികരണമൊന്നും കേട്ടില്ല. ഇന്നലെ ദൂരെ എവിടെയോ പോണെന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു വന്നില്ലെന്നാ തോന്നണത്. നിങ്ങൾ വാ. ചാക്കോയെ അവർ ഉയരമുള്ള വരാന്തയിലേക്ക് പിടിച്ചു കയറ്റി. അകത്താരുമില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? അവർ എപ്പോഴായാലും വരില്ലേ. കണ്ടിട്ടേ എനിക്ക് പോകാൻ പറ്റൂ, ചാക്കോ പറഞ്ഞു. ആ, എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കേ. ചാക്കോയെ അവൻ വരാന്തയിലെ അരഭിത്തിയിൽ കൊണ്ടിരുത്തി. ഒരു ട്രെയിൻ കുടിലിനെ വിറപ്പിച്ച് കടന്നുപോയി. നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. ചാക്കോ ചിരിക്കുക മാത്രം ചെയ്തു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടും പൊയ്ക്കളയരുത്. പരിചയമില്ലാത്തവരെ കണ്ട ആളുകൾ കൈവയ്ക്കും. ഇതത്ര നല്ല സ്ഥലമല്ല. അവർ വരാതെ ഞാൻ ഒരിടത്തും പോവില്ല. പരുന്ത് മുറ്റത്ത് ചാടി പോകുന്നത് ചാക്കോ അറിഞ്ഞു. കുറേ നേരം ചാക്കോ അനങ്ങാതെ ഇരുന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് വടികൊണ്ട് അവിടമാകെ പരതി. ഒരു കട്ടിൽ വരാന്തയിലുണ്ടായിരുന്നു. വാതിലിൽ അവന്റെ വടി തട്ടി. തിരികെ വന്ന് അരഭിത്തിയിലിരിക്കാതെ ചാക്കോ നിലത്തിരുന്നു. ആരെങ്കിലും തന്നെ കണ്ടാൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കാലുകൾ നീട്ടിവച്ച് അരഭിത്തിയിൽ ചാരി ചാക്കോ ഇരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് അവന്റെ കണ്ണുകൾ അടഞ്ഞു. വരാന്തയിൽ എന്തോ വന്ന് വീഴുന്ന ഒച്ച കേട്ടാണ് ചാക്കോ മയക്കത്തിൽ നിന്നുണർന്നത്. ഇനി ഒരിടത്തേക്ക് ഞാൻ വരൂല. അപ്പ എന്നെ ഒന്നിനും പ്രതീക്ഷിക്കാൻ വേണ്ട. മേരിയുടെ സ്വരം ചാക്കോ തിരിച്ചറിഞ്ഞു. ഞാൻ എന്തു കുറ്റം ചെയ്തെന്നാ നീ പറയുന്നത്? അവൻ അവന്റെ വഴിക്ക് പോയി. ഒരു രാത്രി ബസ് സ്റ്റാൻഡിൽ കഴിച്ചു കൂട്ടിയത് എങ്ങനെയെന്ന് എനിക്കേ അറിയൂ. ഒരു ദിവസം കൂടി അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പ കേട്ടോ? നിന്നിട്ട് എന്താ കാര്യം? അവൻ കസ്തൂരിയുടെ കൈപ്പിടിയില്ല. നീ അവനെ മറന്നേക്ക് മുത്തേ. സംസാരം വരുന്നത് മുറ്റത്ത് നിന്നാണ്. തന്നെ പറ്റിയാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ചാക്കോ നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോള് ചെന്ന് കട്ടൻ ചായ ഉണ്ടാക്ക്, നമുക്ക് ദോശ തിന്നാം. തനിച്ചുണ്ടാക്കി കുടിച്ചാ മതി. മേരി വരാന്തയിലേക്ക് കയറിയതും ചാക്കോ എഴുന്നേറ്റതും ഒരേ സമയത്തായിരുന്നു. ചാക്കോയെ കണ്ടതും അവൾ അന്താളിച്ചു പോയി. അപ്പാ! അവളുടെ കണ്ടത്തിൽ നിന്ന് ഒച്ച പുറത്തു വന്നില്ല. അരഭിത്തിയിൽ പിടിച്ചു നിന്ന വേലാണ്ടിക്കും വിശ്വസിക്കാനായില്ല. കണ്ണുകൾ തിരുമ്മി അയാൾ ഒന്നുകൂടി നോക്കി. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാതെ നിൽക്കുകയാണ് ചാക്കോ. മോനെ, നീ ഇവിടെ? വേലാണ്ടിയുടെ സ്വരം കേട്ടതും ചാക്കോ ചിരിച്ചു. നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ, ഞാൻ ഇങ്ങി പോന്നു, ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒരു കുതിപ്പിന് മേരി അവന്റെ അടുത്ത് വന്നു നിന്നു. വിസ്മയം കൊണ്ട് വിടർന്ന കണ്ണോടെ അവൾ അവനെ നോക്കി. അടുത്ത നിമിഷം മേരി അവനെ കെട്ടിപ്പിടിച്ചു. ചാക്കോ പകച്ചുപോയി. കൈകൊണ്ട് തപ്പിയതും അത് മേരിയാണെന്ന് മനസ്സിലായി. അവൻ ഇളകാൻ നോക്കിയപ്പോ അവളുടെ പിടി മുറുകി. ഇനി ഞാൻ ഒരിടത്തേക്കും വിടൂല. മേരിയുടെ കരവലയത്തിൽ ചാക്കോ വീർപ്പുമുട്ടി. നീ അവനെ വിട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. പെട്ടെന്ന് മേരി നാണത്തോടെ പിടിവിട്ട് പിന്നോട്ട് മാറി. മോൻ വാ, വന്നിരിക്കെ. വേലാണ്ടി അവനെ പിടിച്ച് ഇരുമ്പു കട്ടിലിൽ കൊണ്ടിരുത്തി. കട്ടിലൊന്ന് ഞരങ്ങി. നീ എങ്ങനെയാ മോനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്? നിന്റെ പിന്നാലെ കസ്തൂരിയുടെ ആളുകൾ വരില്ലേ? വേലാണ്ടിയുടെ സ്വരത്തിൽ ഭീതി നിഴലിച്ചു. കസ്തൂരി വരൂല, കസ്തൂരിയെ പോലീസ് പിടിച്ചു. വേലാണ്ടി മേരിയെ നോക്കി. വേലായുധനിൽ നിന്നറിഞ്ഞ വിവരങ്ങളൊക്കെ ചാക്കോ പറഞ്ഞു. നടുക്കത്തോടെ നിലത്തിരുന്നു വേലാണ്ടി അത് കേട്ടു. മണിച്ചേട്ടൻ എന്നെയും കൊണ്ട് സേലത്തിന് പോകാൻ ട്രെയിനിൽ കയറിയതാ. ഷൊർണൂർ എത്തിയപ്പോ നിങ്ങളെ ഓർത്താ ഞാനിവിടെ ഇറങ്ങിയത്. രാവിലെ പരുന്ത എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മേരി കണ്ണു തുടച്ചു. ദൈവം കാത്തു. മോൻ അങ്ങനൊരു പുത്തി തോന്നിയില്ലെങ്കിൽ നിന്നെ വെച്ചവര് കാശുണ്ടാക്കിയനെ. അവരെന്നെ തേടി വരും. നിങ്ങൾ എന്നെ അവരുടെ കൂടെ വിടരുത്. പിച്ചാമണി ഇവിടെ വന്നാ അവൻ ജീവനും കൊണ്ട് പോവൂല. കമ്മട്ടി വാസു അവന്റെ പള്ള കുത്തി കീറും. ഈ ചേരിന്ന് നിന്നെ ഒരുത്തനും കൊണ്ടുപോകൂല മോനെ. ചാക്കോ ഇമകൾ അടച്ചു ചിരിച്ചു. അവന്റെ മുന്നിൽ നിർനിമേഷയായി മേരി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മിഴികളിൽ അനുരാഗം പൂത്തു നിന്നു. മോന്റെ മുടി വെട്ടി താടിയും വടിച്ചു കളയണം. ഇപ്പൊ കണ്ടാൽ ഒരു പ്രാന്തനെ പോലെ തോന്നും. താടിയും മുടിയും മുറിക്കരുതെന്ന് കസ്തൂരി പറഞ്ഞിട്ടാ. ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. എന്റെ കാലൊടിച്ചതും നെറ്റി പൊള്ളിച്ചതും കസ്തൂരിയാ, സങ്കടത്തോടെ അവൻ പറഞ്ഞു. മേരിക്ക് കരച്ചിൽ വന്നു. നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ? അവൾ ചോദിച്ചു. പിച്ചയെപ്പോലെ ഇരുന്നാലേ കാശ് കിട്ടുമെന്ന് പറഞ്ഞു.
എവിടാ മോന്റെ ശരിക്കുള്ള സ്ഥലം? അവൻ പറയാൻ അറച്ചു. കുറച്ചു ദൂരെയാ. എന്നെ അവരെടുത്തു വളർത്തിയതാ. അപ്പ കിടപ്പായപ്പോ മറ്റുള്ളവർ ഇറക്കി വിട്ടു. അങ്ങനാ കസ്തൂരിയുടെ കയ്യിൽപ്പെട്ടത്. വേലാണ്ടി അവന്റെ കയ്യിൽ പിടിച്ചു. ഇനി മോന്റെ അപ്പ ഞാനാ. അവൻ അയാളുടെ കയ്യിൽ പിടിച്ചു. മോന് ആരുമില്ലെന്ന സങ്കടമൊന്നും വേണ്ട. ദൈവമാ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ചാക്കോ ആരോടൊന്നില്ലാതെ ചിരിച്ചു. മോന്റെ പേരാ വായിൽ കൊള്ളാത്തത്. അത് കസ്തൂരി ഇട്ട പേരാ. എന്റെ പേര് ചാക്കോന്നാ. മനോഹരമായി അവൻ ചിരിച്ചു. ഇമകൾ തെരുതെരെ അടച്ചു. ചാക്കോ നല്ല പേരാ മോനെ. ഇനി നമുക്കതു മതി. വേലാണ്ടി പുകയിലക്കറ പിടിച്ച പല്ല് കാട്ടി ചിരിച്ചു. ഒരു ഉൾപ്പുളകം മേരിയെ അടിമുടി കോരിത്തെരിപ്പിച്ചു. ചാക്കോ, ചാക്കോയും മേരിയും. പ്രിയപ്പെട്ടവരെ, മുരളി നല്ലനാടിന്റെ ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.